വെബ് 1.0, വെബ് 2.0, ശേഷം വെബ് 3.0. അതായത് 1980കളിൽ ആരംഭിക്കപ്പെട്ട ഇൻ്റർനെറ്റ് വിപ്ലവം ഏറെ ജനകീയമാകുന്നത് വേൾഡ് വൈഡ് വെബിൻ്റെ ഉദയത്തോടെയാണ്. ആ വേൾഡ് വൈഡ് വെബിൻ്റെ ആദ്യത്തെ രൂപമാണ് വെബ് 1.0. ഇൻഫർമേഷനിലേക്കുള്ള ദൂരം കുറയ്ക്കുക എന്ന പണി വളരെ പെട്ടെന്നാണ് .com സൈറ്റുകൾ സാധ്യമാക്കിയത്. വളരെ കുറച്ച് കണ്ടന്റ് സൃഷ്ടാക്കൾ മാത്രമാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. Oh, that's that little right. mark with the A and then the ring around it. At. See, that's what I said. Kay said she thought it was about. Yeah. Oh. But I'd never heard it. Around I'd never heard it said. I'd always seen the mark, but never heard it said. And then it sounded stupid when I said it. Violence at NBC. കമൻറ്റ് ചെയ്യാനോ റിയാക്ട് ചെയ്യാനോ ഉള്ള സെറ്റപ്പ് ഒന്നും അതിലില്ല. കയറുക, വായിക്കുക, ഇറങ്ങിപ്പോരുക, അത്രമാത്രം. ഈ പ്രവൃത്തി ഏകദേശം 2004 വരെ തുടർന്നു. ധാരാളം കണ്ടന്റ് നിർമ്മാതാക്കൾ അപ്പോഴേക്കും ഇൻ്റർനെറ്റിലെ സാധ്യതകളെ തിരിച്ചറിഞ്ഞിരുന്നു. അവർ ഇൻ്റർനെറ്റ് വഴി പലതരത്തിലുള്ള സേവനങ്ങൾ നൽകുന്നതിൻ്റെ സാധ്യതകളെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ചിതറിക്കിടക്കുന്ന കണ്ടന്റുകളെ അവർ ഒരുമിച്ച് ചേർത്തു. ആളുകൾക്ക് വേണ്ടത് എന്താണെന്ന് അന്വേഷിച്ചു. അതിനുള്ള ഉത്തരം തങ്ങളുടെ കയ്യിലുണ്ടെന്ന് അവർ ഉറപ്പാക്കി. ചുരുക്കത്തിൽ കണ്ടന്റിൻ്റെ വിപണന സാധ്യതകളെ മുൻനിർത്തി ഇൻ്റർനെറ്റിൽ വലിയ മാറ്റങ്ങളുണ്ടായി. അതായിരുന്നു വെബ് 2.0. കമൻറ്റ് ചെയ്യുവാനും റിയാക്ട് ചെയ്യുവാനും പുതിയ കണ്ടന്റുകൾ യഥേഷ്ടം സൃഷ്ടിക്കാനും ഒക്കെയുള്ള അവകാശം ഉപയോക്താക്കൾക്ക് നൽകിക്കൊണ്ട് ഫേസ്ബുക്കും യൂട്യൂബും ട്വിറ്ററും അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങൾ വെബ് 2.0 തങ്ങളുടേതാക്കി മാറ്റി. നിങ്ങളൊരു സേവനത്തിന് പണം കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങളായിരിക്കും ഉൽപ്പന്നം. നമുക്കറിയാം, ഇൻ്റർനെറ്റ് സേവനങ്ങൾ നാം ഉപയോഗിക്കുമ്പോൾ സേവനദാതാക്കൾക്ക് നമ്മുടെ ഡാറ്റ കിട്ടുന്നുണ്ട്. അവർ അത് സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഡാറ്റ ആർക്കൊക്കെയാണ് ഇവർ കൈമാറുന്നത്? എങ്ങനെയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയാമോ? ടാർഗറ്റഡ് അഡ്വർടൈസിങ്ങിൻ്റെ കാലമെന്ന് വിളിക്കപ്പെടുന്ന വെബ് 2.0 നമ്മുടെ ഡാറ്റയിൽ നമുക്ക് നിയന്ത്രണമില്ലാത്ത, വ്യക്തികളുടെ സ്വകാര്യതയ്ക്ക് യാതൊരു പ്രാധാന്യവുമില്ലാത്ത കച്ചവടത്തിൻ്റെ അപകടകരമായ മുഖം കൂടെയാണ്. ഇൻ്റർനെറ്റിൻ്റെ അടുത്ത പരിണാമം എന്ന വിശേഷണവുമായി വെബ് 3.0 വരുന്നത് ഈ ആശങ്കകൾക്കുള്ള പരിഹാരവുമായിട്ടാണ്. നിലവിൽ നമ്മൾ ഇൻ്റർനെറ്റിലേക്ക് നൽകുന്ന ഡാറ്റ ആമസോണും ഗൂഗിളിൻ്റെയും ഒക്കെ ഉടമസ്ഥതയിലുള്ള സെൻട്രൽ സെർവറുകളിലേക്കാണ് ശേഖരിക്കപ്പെടുന്നത്. എന്നാൽ അതിനെ ക്ലയൻറ്റ് സെർവർ മാതൃകയിലേക്ക് മാറ്റുന്നു എന്നതാണ് വെബ് 3.0യുടെ പ്രധാന സവിശേഷത. അതായത് ഡാറ്റ ഇവിടെയും ശേഖരിക്കപ്പെടുന്നുണ്ട്, എന്നാൽ ഡാറ്റ സൃഷ്ടിക്കപ്പെടുന്നത് നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള കമ്പ്യൂട്ടറുകളിലേക്കാണ്. ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യയിലൂടെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഈ കമ്പ്യൂട്ടറുകൾ നോഡുകൾ എന്ന പേരിൽ അറിയപ്പെടും. ചുരുക്കത്തിൽ ഇൻ്റർനെറ്റ് ഉപഭോക്താക്കളുടെ ഡാറ്റയുടെ മുതലാളി ഉപഭോക്താക്കൾ തന്നെ ആയിരിക്കുമെന്ന് സാരം. ഡീസെൻട്രലൈസ്ഡ് ഓട്ടോണമസ് ഓർഗനൈസേഷൻ എന്നറിയപ്പെടുന്ന സംഘങ്ങളാണ് വെബ് 3യുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. സ്വാതന്ത്ര്യം എന്ന ആശയത്തിന് പ്രാമുഖ്യം നൽകുന്ന അവർ സെൻസർഷിപ്പ് ഇല്ലാത്ത, ആരുടെയും മേധാവിത്വം ആർക്കുമേലുമില്ലാത്ത നയപരമായ തീരുമാനങ്ങൾ വോട്ടിങ്ങിലൂടെ എടുക്കപ്പെടുന്ന ഇൻ്റർനെറ്റിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അവിടെ നിയമങ്ങളില്ല, അധികാരികളുമില്ല. നിങ്ങളുടെ സമൂഹത്തിലെ ഐഡൻറ്റിറ്റി നിങ്ങൾ ഇൻ്റർനെറ്റിൽ പങ്കുവെക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പണത്തിൻ്റെയും മൂല്യത്തിൻ്റെയും ആശയവിനിമയത്തിൻ്റെയും കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ വെബ് 3.0 സാധ്യമാക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ദോസ് എന്നറിയപ്പെടുന്ന ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻസ് വഴിയാണ് വെബ് 3.0 ജനങ്ങളിലേക്ക് എത്തുന്നത്. ഏറെക്കുറെ ടോറൻ മാതൃകയിൽ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷനുകളാണ് ഇവ. നാളെയോ മറ്റന്നാളോ ഇൻ്റർനെറ്റ് വെബ് 3.0 ആയി മാറും എന്നല്ല പറയുന്നത്. അതിന് സമയമെടുക്കും. കൂടുതൽ ക്രിപ്റ്റോ കറൻസികൾ വരും. ബിസിനസ്സുകൾ, മാധ്യമങ്ങൾ ഇവ പതിയെ വെബ് 3.0യിലേക്ക് മാറും. മെറ്റാവേഴ്സ് എന്ന വലിയൊരു ലോകം കൂടി വെബ് 3.0കൊപ്പം ചേരുമ്പോൾ ഇനി വരാനിരിക്കുന്നത് ഇൻ്റർനെറ്റിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്.